ഹലോ എവ്രി വൺ, വെൽക്കം ടു തോട്ട്സ് ഓഫ് ഡെൽഫിൻസ് ഡേ. ഇന്നത്തെ എൻ്റെ തോട്ട്സ് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള ബാത്ത് ടബ് ഏരിയയിലെ എപ്പോഴും നമ്മളത് അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ. കൂടുതലും നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാനല്ലാതെ ഡെയിലി നമുക്കതങ്ങനെ വലിയ കാര്യമായിട്ട് യൂസ് ഒന്നും വരാറില്ല. എന്നാൽ പിന്നെ ആ ഒരു ഏരിയ ക്രിയേറ്റീവായിട്ട് നമുക്ക് വെള്ളത്തിലൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തെടുത്താലോ. കൂടാതെ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പേടിയുള്ള കുഞ്ഞുങ്ങളുടെ പേടിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ട്രെയിൻ ചെയ്ത് മാറ്റാൻ പറ്റും. ഇതുപോലുള്ള ടബിലൊക്കെ കുറേ നേരം വെള്ളത്തിൽ അവരെ എൻഗേജ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വെള്ളത്തിനോടുള്ള പേടിയൊക്കെ പയ്യെ പയ്യെ മാറും. പക്ഷേ അതിൽ നമുക്ക് ആദ്യം അവരുടെ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കുറേ നേരം വെള്ളത്തിൽ നിൽക്കാൻ പേടിയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവരതിൽ കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് പ്ലേ ഒക്കെ ചെയ്ത് നിൽക്കുമ്പോഴേക്കും അവർ പയ്യെ പയ്യെ അവരുടെ പേടിയൊക്കെ മാറി കോൺഫിഡൻ്റ് ആയിട്ട് വരും. നമ്മളിങ്ങനെ ഡെയിലി വീട്ടിൽ അതൊക്കെ ചെയ്യിപ്പിക്കുമ്പോഴേക്കും അവർക്ക് നമ്മൾ തന്നെ സൂപ്പർവൈസ് ചെയ്യാനും പറ്റും. നമുക്ക് അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് നമുക്ക് കൂട്ടിയിട്ട് നമുക്ക് പിന്നെ സ്വിമ്മിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് അവരെ ചേർക്കുന്നതിന് മുമ്പ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്, നമ്മളെപ്പോഴും ഇതുപോലുള്ള വെള്ളത്തിലെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കുമ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ ഒരു സൂപ്പർവിഷൻ അവരുടെ മേലെ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. എന്നാൽ പിന്നെ സമയം കളയാതെ ബാത്ത് ടൈം ഫൺ ടൈം ആക്കിയെടുക്കുന്ന വീഡിയോ കണ്ടാലോ. ഇസുക്കുട്ടിയുടെ പഴയ ബാത്ത് ടൈം ടോയ്സൊക്കെ ഞാനിതെല്ലാം മാറ്റിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ഈ ടോയ്സ് എല്ലാം ഞാൻ മേടിച്ചേക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗിൽ നിന്നാണ് കേട്ടോ. eBay, Temu, ആമസോൺ എന്നിങ്ങനെ പറയുന്ന ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഓരോ പേരും ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്തു പോകും. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമുക്ക് ടോയ്സും മറ്റ് സാധനങ്ങളും ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ബാഗാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ബാത്റൂമിലൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. രണ്ടാമത്തെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡക്ക് ടോയ് ആട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ രണ്ട് ഉണ്ട കണ്ണൊക്കെ ഉരുട്ടി ബ്ലിങ്ക് ചെയ്ത് നമ്മളെ നോക്കണ കാണാൻ നല്ല ക്യൂട്ട് ലുക്കാണേ. ഇതും ബാക്കിലത്തെ ഈ സാധനം നമ്മൾ വോളിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. കണ്ണുരുട്ടി കാണിച്ചേ, ബ്ലിങ്കി ബ്ലിങ്കി ബ്ലിങ്കി. മൂന്നാമത്തായിട്ടൊരു ഷവർ ഹെഡാണ് കേട്ടോ. ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം താഴത്തെ ആ ഹോസ് വെള്ളത്തിലിട്ട് നമ്മൾ നടുക്കത്തെ ആ യെല്ലോ പാർട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും മേളിലൂടെ വെള്ളം വന്ന് ഷവർ പോലെ നമുക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു സാധനം കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു യൂസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റി റിമൂവ് ചെയ്ത് എവിടെ വേണമെങ്കിലും നമുക്ക് മാറ്റി ഒട്ടിക്കാൻ പറ്റും കേട്ടോ. അടുത്തതൊരു വിൻഡ് മിൽ സ്പിന്നർ ടോയ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഒട്ടിച്ച് വെച്ച് കഴിയുമ്പോഴേക്കും നമ്മളതിൽ വെള്ളം ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കപ്പ് കൊണ്ടോ നമ്മൾ മേലോട്ട് ഒഴിക്കുമ്പോഴേക്കും അതിങ്ങനെ സ്പിൻ ചെയ്ത് കറങ്ങണ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഈ വീഡിയോസ് ഫുള്ള് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഡിസ്ക്രിപ്ഷനിലൊന്ന് കയറി നോക്കണം കേട്ടോ. ഞാൻ അതിനകത്ത് എവിടെ നിന്നാണ് മേടിച്ചതെന്നുള്ളതും ഓരോ ടോയുടെ നെയിമും അതിൻ്റെ പ്രൈസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇടയ്ക്ക് ഇതുപോലുള്ള സർപ്രൈസിങ് ഒക്കെ നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അവർക്കൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്കതൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പിന്നെ കുഞ്ഞു നാൾ തൊട്ടേ ഇസക്കുട്ടിക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. അത് അവൾക്ക് മാത്രമായിട്ടൊരു ഫൺ ടൈം അല്ല കേട്ടോ. അവളെ സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് അവളോട് സംസാരിച്ചും ഇപ്പോൾ പിന്നെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും കൂട്ടത്തിൽ അവളോട് കളിക്കുമ്പോഴൊക്കെ എനിക്കും ഒരു ഫൺ ടൈമും നല്ലൊരു എൻജോയ്മെൻറ്റ് ടൈമും അവളോടൊപ്പം കിട്ടാറുണ്ട്. അടുത്തൊരു ഐറ്റം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രയോൺസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബാത്ത് ടബിൽ നമ്മൾ ചുവരിലോ അല്ലെങ്കിൽ ബാത്ത് ടബിലോ എവിടെയെങ്കിലും നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വച്ച് ഇത് ഈസി ആയിട്ട് വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാൻ എടുക്കാനും പറ്റും. അത് നമുക്ക് പിള്ളേർക്ക് അതൊരു ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് ടൈം ആയിരിക്കും അവരുടെ ഒരു ബാത്ത് ടൈമിലെ പ്ലേ ടൈം. അടുത്തതൊരു സൂപ്പർ ക്യൂട്ട് ഫിഷാണ് കേട്ടോ. ഈ വാങ്ങിയ ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇത് ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഇവരെന്തായി ചെയ്യണേന്ന്. ഇസുക്കുട്ടീനെ സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പ്ലേ ചെയ്തൊരു ടോയ് ഇതാണ് കേട്ടോ. എൻ്റെ ഫേവററ്റ് വണ്ണാണത്. പിന്നെ അടുത്തത് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സിലിക്കൺ ടൈപ്പിലെ കളർഫുള്ളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫിഷുകളാണ്. ഒരു പാക്കറ്റിൽ നമുക്ക് 30 കുഞ്ഞു മീനുകളൊക്കെ കിട്ടും കേട്ടോ. അടുത്തത് നമുക്ക് ടബിൽ എവിടെയെങ്കിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റിയ നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ബിൽഡിംഗ് ബ്ലോക്ക് സെറ്റാണ് കേട്ടോ ഇത്. അടുത്ത് നമുക്കെല്ലാം സെറ്റ് ചെയ്യുന്നത് കണ്ടാലോ.
ഇതൊക്കെ ഇസക്കുട്ടിയുടെ ഓൾഡ് ടോയ്സ് ആട്ടോ. ഇതുപോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്, കുളിക്കാൻ കയറുന്ന സമയത്ത് ഇവരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷമേ ഇസക്കുട്ടി കുളിക്കാറുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ വ്യൂ ഒന്ന് കണ്ടാലോ? ഇസക്കുട്ടിക്ക് സർപ്രൈസിങ് ആവാൻ വേണ്ടിയിട്ട് അവൾ സ്കൂളിൽ പോയ സമയത്താട്ടോ ഞങ്ങളിത് സെറ്റ് ചെയ്തത്. അവൾ വന്ന് കണ്ടപ്പോൾ ഉള്ള റിയാക്ഷൻ ഒന്ന് കണ്ടാലോ? എന്താ ഇസക്കുട്ടി? എന്താ ഇത്? എങ്ങനെയുണ്ട്? കറയുണ്ട്. ഇപ്പൊ കുളിക്കണോ? ഓടിനെ കുളിക്കണോ? അയ്യോ. ഇന്നത്തെ ഈ ഒരു ക്യൂട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോളൂ കേട്ടോ. ഞാൻ ഇതുപോലുള്ള ക്യൂട്ട് വീഡിയോസൊക്കെ ആയിട്ടും നല്ല തോട്ട്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെയും കൂടാം. എന്നാൽ പിന്നെ മറ്റൊരു തോട്ട്സ് ഓഫ് ഡെൽഫിൻസ് ഡേ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.